ഹരേ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നതായ വിശ്വാമിത്ര മഹർഷി രണ്ട് കുമാരന്മാരോടും കൂടിയിട്ട് എത്തി. ശതാനന്ദ മഹർഷിയുടെ ആ വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞു. അദ്ദേഹം ഈ കുമാരന്മാർക്ക് വേണ്ട മാതിരി തൻ്റെ കൂടെ നമ്മളുടെ കൂടെ ഇത്രയും നേരം നടന്ന ഗുരുനാഥൻ ആര്, എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ വലിയ കേമായ രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോഴാണ് ഈ കുട്ടികൾക്ക് എന്ത് മനസ്സിലാവേണ്ടത്, ഈ കൂടെ ഇരിക്കുന്ന മഹാത്മാവ് നമ്മൾ വിചാരിച്ച മാതിരി ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം. അപ്രമേയനാണ്. അപ്രമേയങ്ങൾ നമ്മളൊക്കെ ഒന്നും അളന്നെടുക്കാൻ പറ്റാത്തതായ സ്ഥിതിയിലിരിക്കണ തരം അത്രയ്ക്ക് വലിയ യോഗ്യതയിലിരിക്കുന്ന ഒരാളാണ്. അതായത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഉത്സാഹവും അങ്ങനെയുണ്ടല്ലോ ക്രിയകളൊക്കെ ഇല്ലേ, ആ പ്രവൃത്തി അതിലുപരിയായിട്ട് കഠിനമായിട്ട് അധ്വാനം ചെയ്ത് ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ള മഹാത്മാവാണ്. അതുകൊണ്ട് അപ്രമേയ ഗുണാശ്ചൈവ നിത്യം തേ കുശികാത്മജ പിതാമഹസ്യ ച തഥാ യഥാ ചൈവ. അങ്ങനെയുണ്ടായത് ഹ്യുമാപതേഹേ. കണ്ട അദ്ദേഹം മഹാകേമൻ തന്നെയാണ്, എന്തിനും ശക്തിയുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരാളുടെ കൂടെ ഇവിടെ വരാൻ സാധിച്ചുല്ലോ എന്ന് കേട്ടപ്പോഴേക്ക് മഹാരാജാവ് ജനകനും ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു. അത് കേട്ടിട്ട് രാമലക്ഷ്മണന്മാരും വലിയ കേമായിട്ട് സന്തോഷിച്ചു. ജനക മഹാരാജാവ് എന്തേ ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചിട്ട് ഏവമുക്കുത്വ മുനിശ്രേഷ്ഠം വൈദേഹോ മിഥിലാധിപ പ്രദക്ഷിണം ചകാരാശു സോപാധ്യായ സബന്ധവ. മിഥില മഹാരാജാവ് ജനകൻ തൻ്റെ ബന്ധുക്കളെയും ആളുകളെയൊക്കെ കൂട്ടിയിട്ട് പോരാത്തതിന് ഈ പുരോഹിതനെയും മുമ്പിൽ നടത്തിയിട്ട് അദ്ദേഹത്തെ പ്രദക്ഷിണം ചകാര എന്ന് പറഞ്ഞാൽ പ്രദക്ഷിണം ചെയ്തു. അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു നല്ലോണം. എന്നിട്ട് വിശ്വാമിത്രർ എന്തേ ചെയ്തു വെച്ചാൽ സഹരാമ സലക്ഷ്മണ സുവാടം അഭിചക്രാമ പൂജ്യമാനോ മഹർഷിഭി. അങ്ങനെ ഈ മഹർഷിമാരൊക്കെ വന്ന് പൂജിച്ചുകൊണ്ടിരിക്കെ ആ സ്ഥിതിയിൽ ആരെവിടേക്ക് പ്രവേശിച്ചു? കൊട്ടാരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പ്രവേശിച്ചു. ഇതൊക്കെ ഉൾഭാഗത്ത് എത്തിയിട്ടില്ല, അതിൻ്റെ മുമ്പ് തന്നെ എന്ത് കഴിച്ചിരിക്കണോ, പുറത്തെത്തിയിട്ടുള്ള സൽക്കാരം. അപ്പോൾ അത് ഭാഗത്തേക്ക് കൊണ്ടുപോയി ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാവും സൽക്കരിക്കൽ, അതൊക്കെ ഉണ്ടായേ. അപ്പം അവിടെ ചെന്ന സമയത്ത് അദ്ദേഹം ഈ ജനക മഹാരാജാവ് ഇതൊക്കെ കേട്ട് സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കൂടെ വന്നിരിക്കുന്നത് പുത്രവും ദശരഥസ്യ എന്ന ദശരഥസ്യ മഹാരാജ്ഞ മഹാരാജാവായ ദശരഥൻ്റെ പുത്രന്മാരാണ്. ക്ഷത്രിയൗ ലോകവിശ്രുതൗ ദ്രഷ്ടുകാമൗ ധനുശ്രേഷ്ഠം യദേതത്വയി തിഷ്ഠതി. അപ്പം ഇത് കേട്ടപ്പം ഈ മഹർഷി വിശ്വാമിത്രര് അങ്ങോട്ട് ചെന്നിട്ട് ജനകൻ വലിയ ശുശ്രൂഷയും സൽക്കാരമൊക്കെ ഉണ്ടായില്ലോ. അപ്പം അതൊക്കെ ഏറ്റുവാങ്ങിയതിൻ്റെ ശേഷമാണ് മഹാരാജാവിനോട് പറഞ്ഞു, അതായത് ജനക മഹാരാജാവെ അങ്ങൊന്ന് ശ്രദ്ധിക്കണം, ഞാൻ ഒരു കാര്യം പറയുന്നത്. പക്ഷെ കുട്ടികളൊക്കെ ഒന്നും ആ സംഗതി ഒന്നും കണ്ടാൽ തരക്കാടില്ല എന്നുണ്ടെന്നും പറഞ്ഞു. ഏത് സംഗതി? ഏത് കുട്ടികളൊക്കെ?
അവരിപ്പോൾ എന്തായാലും ചോദിക്കില്ല, ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അതുകൊണ്ട് അവർ ചോദിക്കില്ല. മുതിർന്നവർ വേണമല്ലോ ചോദിക്കാനായിട്ട്. അപ്പോൾ കൂടെ വന്ന ഉണ്ണികളാവുമ്പോൾ നമ്മളിപ്പോൾ ശിഷ്യന്മാരെ കൂടെ വന്ന് അവരുടെ കാര്യം നമ്മൾ വേണ്ടേ പറയുക. അപ്പോൾ പറയുകയും ചെയ്തു. അതായത് ദശരഥ മഹാരാജാവിൻ്റെ വീരന്മാരായ പുത്രന്മാർ 2 പേരാണ് ഇപ്പോൾ ഇവര് മിടുക്കന്മാരെ. അപ്പം അവർക്ക് ആ വില്ലൊന്ന് കണ്ടാൽ തരക്കേടില്ല എന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, സുനാഭം എന്ന് പറഞ്ഞ വില്ലുണ്ടിരിക്കണോ, അതിൻ്റെ കേമത്തണ്ട് കാണാൻ പോകണോ, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്, ഉണ്ണിയോളും പോന്നോളൂ, പോന്നു വെച്ചാൽ കാണാമല്ലോ, ഇപ്പോൾ വേറെ വിഷമമൊന്നുമില്ലല്ലോ, സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയല്ലേ, പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയണ മട്ടിൽ അങ്ങനെ പറയില്ലേ. നമ്മളിപ്പോൾ പോയിട്ട് വിശേഷമായിട്ട് ഇപ്പം കേമായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, എന്നാൽ പോന്നോളൂ, നമുക്ക് കാണാലോ എന്നും പറഞ്ഞിട്ട് കുട്ടികളെയും കൂട്ടി പോകുന്നതാണ്. അപ്പോൾ പറഞ്ഞത് ഏതദ്ദരിശയ ഭദ്രം തേ കൃതകാമൗ നൃപത്മജൗ ദർശനാദസ്യ ധനുഷോ യഥേഷ്ടം. അതുണ്ടായത് യഥേഷ്ടം പ്രതിയാസ്യതേ. അങ്ങനെ വില്ലൊന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികളൊക്കെ. പിന്നെ അവരവരെ വേണ്ട എന്താ ചായ്ക്കും എന്ത് ആ വില്ലൊന്ന് കാണിച്ചു കൊടുക്കുക ഉണ്ണികളൊക്കെ. എന്നാൽ ഒന്ന് അവർ നേരെ നോക്കിയിട്ടൊക്കെ വേണ്ട മാതിരി ചെയ്യട്ടെ. അപ്പം ഇത് കേട്ടപ്പോൾ ജനക മഹാരാജാവിന് സന്തോഷമായി. മഹാരാജാവ് എന്തേ പറഞ്ഞു വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു ഈ വർത്തമാനം എന്താ വില്ലൊന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക് എന്ന് വിശ്വാമിത്ര മഹർഷി പറഞ്ഞ സമയത്ത് ജനകൻ ആ വില്ലിൻ്റെ കഥയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. ശ്രൂയതാമസ്യ ധനുഷോ യഥർത്ഥമിഹ തിഷ്ഠതി. വില്ലിൻ്റെ കഥയൊക്കെ ഒന്ന് ഞാൻ പറയാം, എൻ്റെ ഇപ്പോൾ ഇതിവിടെ കൊണ്ടുപോയി വെച്ചു എന്നുള്ള കാര്യം പറയാം. യഥർത്ഥമിഹ തിഷ്ഠതി, ഇതിപ്പോൾ എൻ്റെ ഇവിടെ കൊണ്ടുപോയി വെച്ചതെന്നും പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് പണ്ട് ഞങ്ങളുടെ കുടുംബത്ത് ദേവരാത ഇതിഖ്യാത നിമേർ ജ്യേഷ്ഠ നിമി എന്ന് പറഞ്ഞൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു പണ്ട്. ഇവരുടെ വംശത്തിൽ എൻ്റെ വംശം നിമി എന്ന പേര്. ഈ നിമി എന്ന് നിമേഷ നിമേഷ മനസ്സിലാവില്ല, നമ്മൾ കണ്ണടക്കി അയാളപ്പാടുണ്ടാക്കിയത് അദ്ദേഹമാണ് അത്ര നിമി. അപ്പൊ അങ്ങനെ ഈ നിമി എന്ന് പറഞ്ഞ മഹാരാജാവിന്റെ ജ്യേഷ്ഠനായിട്ട് ദേവരാതൻ എന്നു പേരായിട്ടൊരു മഹാത്മാവുണ്ടായി. ന്യാസോയം തസ്യ ഭഗവൻ ഹസ്തേ ദത്തോ മഹാത്മന. അദ്ദേഹത്തിന്റെ കയ്യില് ന്യാസം കൊടുത്തു. ന്യാസം സൂക്ഷിക്കാൻ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ന്യാസം എന്നാ പറയുക. നോക്കാൻ ഏൽപ്പിച്ച് സൂക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചാണ് ഈ വില്ല. ഇപ്പൊ ഇവിടെ കാണണമില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാല് ദക്ഷപൂർവം വീര്യവാൻ രുദ്രസ്തു ത്രിദശാൻ രോഷാൽ സലീലമിതമബ്രവീൽ. ദക്ഷയാഗത്തിന്റെ സമയത്ത് ദക്ഷന്റെ യാഗമൊക്കെ ഒരു കൂട്ടൊക്കെ കാണിച്ചുകൂട്ടിയില്ലേ. അപ്പൊ അതിനുശേഷം ഈ വില്ലും കയ്യിൽ പിടിച്ചിട്ട് ശ്രീരുദ്ര ഭഗവാൻ അവിടേക്ക് അങ്ങനെ നടക്കുകയാണേ, ഒരു രോഷത്തോടെ നടക്കുകയാണ്. നടന്ന് രോഷത്തോടെ കൂടി നടന്നിട്ട് എന്താ ചെയ്തു വെച്ചാൽ ദേവന്മാരെ നോക്കിയിട്ട് സലീലമിതമബ്രവീൽ, ദേവന്മാരെ നോക്കി നേരം പോക്കായിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? യസ്മാത് ഭാഗാർത്ഥിനോ ഭാഗമെന്ന് കൽപ്പയതം മേ സുരാഹ. എന്ത് കാരണത്താലാണോ എന്നെ യജ്ഞഭാഗത്ത് നിന്ന് ഒഴിവാക്കിയത് അതാണ് വരംഗാണി മഹാരിഹാനി ധനുഷ ശാതയാമി. അതുകൊണ്ട് ഈ വില്ലോണ്ട് ഞാനൊക്കെ ഇന്നിപ്പം നേരെയാക്കണുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ വില്ലോണ്ട് ഞാൻ എല്ലാവരെയും ശരിയാക്കാൻ പോവുകയാണ്, ഒന്നിൻ്റെയും തലയുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞപ്പോഴേക്ക് എന്താണ്ടാച്ചാൽ ദേവന്മാർക്ക് മനസ്സിലായി ഇദ്ദേഹം പറഞ്ഞ മാതിരി ചെയ്യുന്ന ആളാണ്, അല്ലാതെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മാതിരി പറഞ്ഞതിൻ്റെ വിപരീതം ചെയ്യണോ കൂട്ടൊന്നുമല്ല, പറഞ്ഞത് ചെയ്യും. പേടിച്ചിട്ട് അവരെന്ത് ചെയ്തു? പ്രസാദയന്തി ദേവേശം ദേശം പ്രീതോ ഭവദ്ഭവ. അവരെല്ലാവരും കൂടി ചെന്നിട്ട് നല്ലോണം അങ്ങോട്ട് തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു പരമേശ്വരനെ. അദ്ദേഹം ക്ഷിപ്രകോപിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയും കൂടിയാണ്. ഈ വേഗം ദേഷ്യം വരുന്നവർക്ക് വേഗം സന്തോഷം വരും, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ വേഗം ദേഷ്യം വരുന്ന കൂട്ടാണ് ഭഗവാൻ, എന്നാലും വേഗം സന്തോഷമാവും ചെയ്തു സ്തുതി കണ്ടപ്പോഴേ. അപ്പം അദ്ദേഹം നന്നായി സന്തോഷമായി ഇനി പറഞ്ഞ് തലയെടുക്കാൻ പോകുന്നില്ല, ഇപ്പം അങ്ങനെ സന്തോഷമായി. ഇത്തിരി മുഷ്ടിലുണ്ടായിരുന്നു, അത് തീർന്നു കിട്ടി. നിങ്ങളുടെ മനസ്ഥിതി കണ്ടപ്പോഴേ നന്നായി സന്തോഷമായി. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ വളരെ സന്തോഷമായിട്ട് അദ്ദേഹം ഈ വില്ല് കയ്യിലുണ്ടല്ലോ. അപ്പം അദ്ദേഹം ഇങ്ങനെ കയ്യിൽ വെച്ച് നടക്കണില്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും പേടിയാവും. എന്താ കാരണം? പ്രയോഗിക്കില്ല ശാലും ഇത് കയ്യിൽ വെച്ച് നടക്കുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടാവും. നല്ല മൂർച്ചയുള്ള വാളായിട്ട് നമ്മൾ നടക്കുമ്പം മുമ്പിൽ നിന്ന് വർത്തമാനം പറയുന്നതിന് അടക്കത്തിലേ പറയുള്ളൂ. എന്താ കാരണം? നമ്മളങ്ങനെ വെട്ടൊന്നും പതിവുള്ള ആളല്ല, എന്നാലും ഇത് കാണുമ്പോൾ മുമ്പിൽ നിൽക്കണോരോ വിനയം ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവുകയെ. അങ്ങനെ പേടിപ്പിക്കണതിലൊരു രസമില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ സന്തുഷ്ടനായിട്ട് ഈ വില്ല ആർക്ക് കൊടുത്തു? തദ്ദേതദ്ദേവസ്യ, ഭഗവാൻ പരമേശ്വരൻ ആ വില്ല് ധനൂരത്നം മഹാത്മന ന്യാസഭൂതം തഥാന്യസ്തം അസ്മാകം പൂർവകേ വിഭോ. അങ്ങനെയാണ് ഞങ്ങളുടെ പൂർവികൻ ദേവരാജന്റെ കയ്യിൽ ഭഗവാൻ ഈ വില്ല് കൊടുത്ത് അങ്ങ് കൊണ്ടുപോയി സൂക്ഷിച്ചോളൂ, അങ്ങയുടെ ഇല്ലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചോളൂ. ആരോട് പറഞ്ഞു? ഞാൻ ഇത് കൊണ്ടിറക്കണില്ല, ഞങ്ങൾക്ക് ഒരു ഗുണമായിക്കോട്ടെ. വലിയ ആൾക്കാർ കൊണ്ടിറക്കുന്ന സാധനം നമുക്ക് തന്നെ നമ്മൾ വലിയ ഭക്തിയിൽ കൊണ്ടുപോയി വെക്കില്ലേ. അങ്ങനെ അന്ന് ന്യാസമായിട്ട് കിട്ടിയിട്ടുള്ള ആ വില്ലാണ്. ആ വില്ല് ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഇത്രയും കാലം ആ പടിഞ്ഞാറ്റിയിൽ തേവാരത്തിൻ്റെ കൂട്ടത്തിൽ ഇപ്പോഴും
എന്തുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയില്ലേ? ഇത് എന്താ ഇവിടെ ഇതിപ്പം ഇവിടെ ഭഗവതി ഉണ്ട്, എന്താ ഇവിടെ പ്രതിഷ്ഠ? ഒന്നുമില്ല. ഭഗവതിയുടെ പണ്ട് ഭഗവതി ഞങ്ങൾ മുത്തശ്ശൻ്റെ മുത്തശ്ശനുള്ള കാലത്ത് ഒരിക്കൽ ഭഗവതി വന്നു. അന്ന് ഇവിടെ പടിഞ്ഞാറ്റിയിൽ ഒന്ന് പലകെട്ടിരുന്നു. ഇപ്പം കൊണ്ടുവരാ വെള്ളം ഇട്ടു എന്ന് പറയും. മുത്തശ്ശൻ അങ്ങോട്ട് പോയി തിരിഞ്ഞു വന്നപ്പം പലകേമ്പിൽ ആരും ഇല്ല. പലകേമ്പിൽ ഒരു വാളുണ്ടായിരുന്നു ഭഗവതിയുടെ. ഇപ്പോഴും അത് ഞങ്ങള് അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പം ഭഗവതി പോയിച്ചാലും ഭഗവതി കൊടുത്ത സമ്മാനം അവിടെ ഉണ്ടാവുമേ. ഇപ്പോഴും നമ്മൾ ആ ഭഗവതിയുടെ പ്രതീകമായിട്ട് ആ സമ്മാനം അനുസരിച്ച് പൂജ കഴിച്ച് നമസ്കരിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങൂലോ. അതുപോലെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പ്രസാദിച്ചു തന്ന വില്ലായതുകൊണ്ട് അത് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ അകത്ത് വെച്ച് തേവാരം കഴിച്ച് നമസ്കരിക്കുന്ന വില്ല. അത് മഹാകേമാണേ. അത് അങ്ങനെ ഇങ്ങനെയൊന്നും പൊക്കാനെടുക്കാനൊന്നും പറ്റില്ലേ, വലിയ കേമായ വില്ലാണ്. അതുകൊണ്ട് അഥമേ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അക്കാലത്താണ് എനിക്ക് അഥമേ കൃഷതക്ഷേത്രം ലംഘലാദുത്ഥിതാമയ ക്ഷേത്രം ശോധയതാ ലബ്ധ നാംനാ സീതേതി വിശ്രുത ഭൂതലാദുത്ഥിതാ സാതു വ്യവർദ്ധത മമാത്മജ. അതുണ്ടായി അക്കാലത്ത്. എന്താ അവിടെ ഉണ്ടായത്? അതായത് ഈ വില്ലൊക്കെ വാങ്ങി അങ്ങനെ അകത്ത് വെച്ച് പൂജ കഴിച്ചിരിക്കുന്ന കാലത്താണ്. അക്കാലത്ത് ഒരിക്കൽ എന്താ വെച്ചാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പം കൃഷതക്ഷേത്രം, ഭൂമി ഇങ്ങനെ, ക്ഷേത്രം പറഞ്ഞാൽ ഭൂമി, നിലല്ലേ, നിലം. കൃഷത പറഞ്ഞാൽ ഉഴുത് മറിക്കുക. ഉഴില്ലേ, നമ്മൾ കന്ന് പൂട്ടുക കള പൂട്ടുക എന്നൊക്കെ പറയില്ലേ, കരി നോക്കൊക്കെ വെച്ചിട്ട്. അങ്ങനെ ലാങ്കലെന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടോ? കരി പറഞ്ഞാൽ മനസ്സിലാവുക. അടുപ്പിലെ കരിയല്ല, ഏതാ കരി നോക്കെന്നൊക്കെ പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് മനസ്സിലാവും, പുതിയ ആൾക്കാർക്ക് എന്ത് കരി അല്ലേ? കരി നോക്കാം, കാളപൂട്ട് കന്നപൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പണ്ട് നമ്മൾ ഈ ഒരു കൂർത്തിട്ടൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് അത് കാളയുടെ പുറത്ത് കെട്ടിയിട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ പാടത്തൊക്കെ നമ്മളിപ്പോൾ ഈ മേടമാസത്തിലാണല്ലോ വിത്തിടാനായിട്ടൊക്കെ ചെയ്യുക. അങ്ങനെ പതിവില്ലേ പണ്ടൊക്കെ? അപ്പം ആ കരി, അപ്പം ഈ കരി കൊണ്ട് കലപ്പ വെച്ചിട്ട് അങ്ങനെ ഉഴുത്, ലാങ്കലം എന്ന കലപ്പ, ലാങ്കലാദുത്ഥിതാമയ. അങ്ങനെ ഞാൻ ഈ നിലം ഉഴണ സമയത്ത്, കലപ്പയുണ്ട് നിലം ഉഴണ സമയത്ത് ആ കരിച്ചാലല്ലേ, അത് ഈ ഉഴച്ചാല്, ആ ഒഴിവ് ചാലെന്ന് ഭൂതലാത്, അതിൻ്റെ ഉടനെ നിന്നുണ്ടായി ഉത്ഥിതാസാതോ വ്യവർദ്ധത മമാത്മജ. അങ്ങനെ ഈ നില ഒഴുണ സമയത്ത് ഒരു സ്വർണ്ണപ്പെട്ടിയിലൊരു കുട്ടിയെ എനിക്ക് കിട്ടിയൊരു പെങ്കടാവ്. അമ്പോ എന്ത് കേമ സുന്ദരിയായിട്ടൊരു കുട്ടി. ആ കുട്ടിയെ ഞാൻ എൻ്റെ മകളായിട്ട് കൊണ്ടുവന്ന് വളർത്തി. ആ കുട്ടി എൻ്റെ പേരിട്ടു സീതേതി വിശ്രുത. അങ്ങനെ ഒരു കിടാവ് ഇവിടെ ഉണ്ട്, പെങ്കടാവ്. എൻ്റെ പേരാണെന്ത്? സീത. മഹാകേമിയാണേ. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മകളായിട്ടു. അപ്പം അന്ന് ഈ കുട്ടി മഹാകേമി ആയതുകൊണ്ട് എന്തേ ചെയ്തു വെച്ചിട്ടോ, മഹാകേമായ കുട്ടിയാണേ. അപ്പം അതുകൊണ്ട് അതിനെ പാർക്ക കൊടുക്കുക എന്നിങ്ങനെ ആലോചിച്ചു. ആ കണ്ട വല്ലവരും വന്ന് ഈ സ്വയംവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. എന്താ സ്വയംവരം വെച്ചാൽ? സ്വയംവരം എന്ന് കേട്ടിട്ടില്ലേ? രാജകുമാരിമാർക്ക് അങ്ങനെ സമ്പ്രദായം ഉണ്ട് വിവാഹം കഴിക്കാൻ. സ്വയംവരം എന്ന് പറഞ്ഞാൽ സ്വയംവരം രാജകുമാരന്മാർ എല്ലാ നാട്ടിലും വിവരം അറിയിക്കും. രാജകുമാരന്മാരെല്ലാവരും രാവിലെ കുളിച്ച് കുപ്പായിട്ട് ശണ്ടൊക്കെ പൂശി വരും. എന്നിട്ട് എന്ത് ചെയ്യും? നിരയായിട്ട് ഇങ്ങനെ ഇരിക്കും. അവർ രാവിലെ വരുമ്പം തന്നെ എന്ത് എഴുതി കൊടുക്കും, ബയോഡാറ്റയൊക്കെ എഴുതി കൊടുക്കും. ഇങ്ങനെ എന്നെങ്കിലും രാജകുമാരൻ എന്നെ എത്ര വയസ്സായി, ഇന്നയാളാണ്, എത്രാമത്തെ പുത്രനാണ്, അങ്ങനെയൊക്കെയാണ്, അങ്ങനെ രാജ്യത്തിൻ്റെ വിസ്താര, അച്ഛൻ്റെ മിടുക്ക് കേമത്തൊക്കെ, വലിപ്പം കേമത്തൊക്കെ ഉണ്ടല്ലോ, അവനവൻ്റെ മിടുക്കുകളൊക്കെ എഴുതി കൊടുക്കും. എന്നിട്ടൊക്കെ അത് രാവിലെ അവിടെ ആ ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാവരും നല്ല കസേരയിൽ മുണ്ട് മടക്ക് വീഴാതെ അവിടെ ഇരിക്കും, കസേരയിൽ പോയിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ക്ലർക്ക് കടലാസൊക്കെ നേരെ ഇങ്ങനെ അൽഫബറ്റിക് എന്താ എന്തെങ്കിലും അതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ക്രമത്തിൽ ഒതുക്കി എടുക്കായിട്ട് വെച്ചിട്ട് പെൺകുട്ടിയുടെ കൂടെ തോഴിയെ പറഞ്ഞേക്കും. തോഴിയുടെ പറഞ്ഞാൽ അറ്റൻഡറുടെ കയ്യിൽ എന്തുണ്ടാവും? അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ, തോഴിയുടെ കയ്യിൽ ഈ കടലാസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കടലാസിൻ്റെ കെട്ടൊക്കെ ആയിട്ട് തോഴി കൂടെ ഉണ്ടാവും. പെൺകുട്ടി കയ്യിൽ മാലയായിട്ട് ഇങ്ങനെ വരും. പിന്നെ രാജകുമാരന്മാരിങ്ങനെ നിരന്നിരിക്കുകയാണല്ലോ. ഓരോ കുമാരൻ്റെ അടുത്തെത്തുമ്പോഴും ഈ നമ്പർ നോക്കിയിട്ട് പെൺകുട്ടി എന്ത് ചെയ്യും? വായിക്കും. ഈ കുമാരൻ എന്നേക്കല്ല രാജകുമാരനാണ്, മഹാമിടുക്കനാണ്, മഹായോഗ്യനാണ്, മഹാകേമത്ത് അങ്ങനെ പറയും. ഇഷ്ടമായാൽ ഞാൻ നേരെ പോണത്, ഇഷ്ടമായാൽ മാല ആ കഴുത്തിലേക്ക് ഇടാം. അതോടെ പരിപാടി കഴിഞ്ഞു. പിന്നെ മറ്റവരൊക്കെ എന്ത് ചെയ്യും? മറ്റൊരു പിന്നെ മുണ്ട് നേരെ എടുക്കുക, വടക്കേ ഭാഗത്തേക്ക് പോവുക. അവിടെ ചോറ് കൊടുക്കുന്ന സ്ഥലത്ത് പോയി ചോറ് ഉണ്ണുക, കുലിക്കൊഴിയുക, തുപ്പ്, മുണ്ടിൻ്റെ പക്കൊണ്ട് ചുണ്ട് തുടയ്ക്കുക, ഓട്ടോറിക്ഷ വിളിക്കുക, പോവുക. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, പലതും ചെയ്യാണ്ട് കണ്ടിട്ടില്ലേ? കുട്ടിയെ കൊണ്ടുപോകണം, കോട്ടയത്തേക്ക് കൊണ്ടുപോകണം, വിവാഹമുണ്ട്, ക്രിയുണ്ട്, ഒക്കെ ഉണ്ട്. ഇതൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് സമ്പ്രദായം. ഇനിയിപ്പോൾ അത് ഇഷ്ടമായില്ല എന്ന് കുട്ടികളോ, ഇവിടെ ഇഷ്ടമായില്ല ചില അടുത്തേക്കൊക്കെ ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് കുട്ടി, പെൺകുട്ടി കൂടെ വന്ന തോഴി പറയും, മഹാകേമനാണ്, മഹായോഗ്യനായ രാജാവിൻ്റെ മകനാണ്, 1000 അമ്മി ഒന്നിച്ച് ചാടി കടന്നവനാണ്, 500 പപ്പടം ഒറ്റയടിക്ക് പൊട്ടിച്ചവനാണ് എന്നൊക്കെ പറയും. ഇഷ്ടമായാൽ മാല അവിടെ ഇടും, ഇല്ലെങ്കിലോ നെക്സ്റ്റ്. അല്ലേ? അങ്ങനെയാണ് പതിവ്. ഇതാണ് സ്വയംവരം. അപ്പം അന്നത്തെ കാലത്ത് ഒരു സൗകര്യം അത്. രാജകുമാരിമാർക്കാണെങ്കിലും ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കാനൊക്കെ ഒരു സൗകര്യം എന്നുണ്ടോ. ഇനിയിപ്പോൾ ഈ വന്നവരുടെ കൂട്ടത്തിൽ ആരും ഇഷ്ടമില്ല വെച്ചാലോ,
ആ നമ്മൾ ഉദ്ദേശിച്ച ആൾ വന്നിട്ടും ഇല്ല വെച്ചാലോ പരിപാടി അടുത്ത ദിവസത്തേക്ക് ലേലം വിളി മാറ്റി വെക്കണ മാതിരി മാറ്റി വെക്കാൻ ഏർപ്പാടൊക്കെ ഉണ്ടാവും. ഏതായാലും എന്തായാലും സ്വയംവരായാലും എന്ത് വരായാലും പെൺകുട്ടി ഏതെങ്കിലും ഒരുത്തനെ പണ്ട് കോളേജിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇവിടെ ഇടും, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വന്നാൽ ആരെങ്കിലും വന്ന് കുട്ടിയെ കൊണ്ടുപോകും. വിചാരിച്ച മാതിരി യോഗ്യതയൊന്നും ഇപ്പോൾ ഇതിൽ തെളിയിക്കാനൊന്നും സ്വയംവരം കേവലം സ്വയംവരേ ഉള്ളൂ വെച്ചാൽ ഈ പറഞ്ഞു കേൾക്കണ വിവരല്ലേ നമ്മളൊക്കെ അറിയുള്ളൂ. വീരത, ശൂരത, പരാക്രമം, മഹിമ, കേമത്വം ഇതൊന്നും നേരിട്ടറിയാൻ ഒരു സൗകര്യം എവിടെ ഇല്ല, സ്വയംവരത്തിലില്ല. ഈ കുട്ടി അച്ഛ മഹാഗേമിയാണ്. ഏത് ഇപ്പം സീതേതി വിശ്രുത, സീത എന്ന് പേരെടുത്ത കുട്ടി ഉണ്ടല്ലോ, അത് ഭൂതലാതുത്ഥിതാസാതു അങ്ങനെ ഉണ്ടായ കുട്ടിയാണ്. സാധാരണ മനുഷ്യന്മാരുടെ മാതിരി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുള്ളതല്ലേ പറഞ്ഞിരുന്ന് വളർന്നു വന്ന കുട്ടിയൊന്നുമില്ല. അത് ജനിച്ചപ്പോൾ തന്നെ അയോനിജയാണ്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന കുട്ടിയൊന്നുമില്ല. ഒത്തിരി വിശേഷമുണ്ട്. അപ്പം അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകരുതെന്ന് കണക്കാക്കിയിട്ട് ഞാനാണെങ്കിൽ ഒരു പ്രതിജ്ഞ അങ്ങോട്ട് ചെയ്തു വെച്ചു. എന്താ പ്രതിജ്ഞ എന്നറിയോ? അതായത് ഒരു വീരശുൽക്കേതി ഭഗവൻ നദദാമി സുതാമഹം. വീരശുൽക്ക എന്താ വീരശുൽക്ക പറഞ്ഞിട്ട് ഒരു മത്സരം ജയിച്ചിട്ട് അതിൽ കേമത്തരം കാണിച്ച് പ്രകാശിപ്പിച്ച് ഞാൻ കേമനാണെന്ന് തെളിയിക്കണയൊക്കെ കൊടുക്കുള്ളൂ എന്ന് വെച്ചിട്ടുള്ള പരീക്ഷ. ആ പരീക്ഷ കഴിഞ്ഞ് വിവാഹം കഴിക്കണേനാണ് എന്താ പറയുക? വീര്യശുൽക്ക. ഈ വീര്യശുൽക്ക പറഞ്ഞ വീര്യവാനാണ് താൻ എന്ന് കാണിച്ചിട്ട് അതിന് ആ വീര്യം കാണിച്ചതിന് പകരമായിട്ട് കുട്ടിയെ കൊടുക്കുക. നല്ല കാര്യമാണ്. കുട്ടിയെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവനാണ് കൊണ്ടുപോകണതെന്ന് അച്ഛനൊരു സമാധാനം ഉണ്ടാവുമല്ലോ. പ്രാപ്തിയുള്ളവനാണ്, നല്ല മിടുക്കനാവുണ്ട്, കുട്ടിയെ നരകിക്കില്ല, എന്താ കാരണം നല്ല വീരനാണ് എന്ന് തോന്നൂലോ, ആ തോന്നിക്കലുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എന്തേ ചെയ്തു വെച്ചാൽ ഈ കന്യെ കൊടുക്കണ ആൾക്ക് എന്താ വെച്ചാൽ ഈ വില്ലെടുത്ത് കൊലയ്ക്കാനും അതിൻ്റെ ക്രിയയിൽ പ്രയോഗിക്കാനും ഒക്കെ പറ്റണ ആൾക്ക് ഞാൻ കുട്ടിയെ കൊടുക്കുള്ളൂ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പ്രതിജ്ഞ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതിജ്ഞ ചെയ്ത് വെച്ചു എന്നല്ലാതെ കണ്ട് വില്ലെടുക്കാനൊക്കെ ഓരോരുത്തരൊക്കെ കേട്ടറിഞ്ഞ് വന്നവരൊക്കെ പിന്നെ അവരെടുത്തിട്ട് എന്ത് ചെയ്തു? ആസ്പത്രിയിലേക്ക് വണ്ടിയിൽ കൊണ്ടുപോവുകയൊക്കെ ഉണ്ടായത്. വില്ലെടുക്കലൊന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായത്. അപ്പം അങ്ങനെ ഒരു പ്രതിജ്ഞയും കൂടി ഉണ്ട്. ഇവിടെ ഇട്ടുവോ? ആരോട് പറഞ്ഞു? മഹർഷിയോട് പറഞ്ഞു. മഹർഷി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അതല്ല ഇവിടെ ചോദിച്ചത്. കുട്ടികൾക്കൊന്ന് കാണാൻ പറ്റുമോ? എന്ത് മറ്റതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് അങ്ങനെ ഉണ്ടോ? അവർക്ക് പ്രവേശനം ഉണ്ടോ? എന്താവോ അവിടെ കയറി കാണാൻ വയ്ക്കുക? ഒരു ചോദിച്ചു. വിശ്വാമിത്രർ ചോദിച്ചു. അപ്പൊ ജനകസ്യ വച ശ്രുത്വ വിശ്വാമിത്രോ മഹാമുനി. വിശ്വാമിത്ര മഹാമുനി പറഞ്ഞു. എന്താ പറഞ്ഞത്? ധനുർ ദർശയ രാമായ ഇതിഹോ വാച പാർത്ഥിവം. അങ്ങൊരു കാര്യം ചെയ്യും, അതൊന്നും വിഷമിക്കേണ്ട, വീര്യശുൽക്കി അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നല്ല കാര്യം തന്നെ. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാലോ. അത് കഴിഞ്ഞിട്ട് ഊണ് കഴിഞ്ഞാൽ പിന്നെ എന്താ പണി? അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞൂടെ അതിനെക്കുറിച്ച്? അതല്ല. അപ്പൊ കുട്ടികൾക്ക് ഇതൊന്ന് കാണാൻ വഹിക്കുവോ? ഉവ്വേ, കാണണേനെന്താ വിരോധം? ഒരു വിരോധവും ഇല്ല. ഇവിടെ അനവധി പേര് കാണാൻ വരാറുണ്ടേ. എന്നൊരു കാര്യമുണ്ട്. ധനുർദർശയ രാമായ, എന്നത് രാമനൊന്ന് കാണിച്ചു കൊടുക്കുവോ ചോദിച്ചു വിശ്വാമിത്രര്. അത് കേട്ടപ്പോ പറഞ്ഞു ആഹാ അതിനിപ്പോ എന്താ, ഒരു വിഷമവും ഇല്ല, ഇരിക്കോ ഇപ്പൊ കൊണ്ടിരിക്കുക എന്നും പറഞ്ഞു. അപ്പോഴേക്ക് എന്തുണ്ടായത്? മഹാരാജാവ് കൽപ്പന കൊടുത്തു. ഈ കൂടെയുള്ള പണിക്കാരുണ്ടാവുമല്ലോ, കൊട്ടാരത്തിലെ പണിക്കാർക്ക് കൽപ്പന കൊടുത്തത് ധനുരാനീയതാം. എങ്ങനെ? ധനുരാനീയതം ദിവ്യം ഗന്ധമാല്യ വിഭൂഷിതം. വില്ല് ഇങ്ങോട്ട് കൊണ്ടുവരിക. എങ്ങനെയുള്ള വില്ല്? ഏതെങ്കിലും മൂലയില് ചാരി വെച്ച് തുരുമ്പ് പിടിച്ച് അങ്ങനെ അശ്രദ്ധമായിട്ട് സൂക്ഷിക്കണതല്ല. ഗന്ധമാല്യ സമന്വിതം, നല്ല പൂമാലയൊക്കെ ചാർത്തി പൂജ കഴിച്ചിരിക്കണേ ആ വില്ല് ഇങ്ങോട്ട് കൊണ്ടുവരും. അതായത് ജനകന്റെ കൊട്ടാരത്തിൽ പാരമ്പര്യമായിട്ട് പൂർവികന്മാരായിട്ട് ഇവരിത് എന്ത് പരിപാലിച്ച് വരണുണ്ട്? ഈ വില്ല് വലിയ ഭക്തിയോടുകൂടി പരിപാലിച്ച് കൊണ്ടുവരുന്ന വില്ലാണ്. അപ്പം ആ വില്ല് കൊണ്ടുവരാൻ കൽപ്പന കൊടുത്തു. ജനകൻ ഇതിങ്ങടെ മഹാരാജാവ് ഇതിങ്ങോട്ട് പറഞ്ഞപ്പോഴേക്ക് നൃണാം ശതാനി പഞ്ചാശത ആയതാനാം മഹാത്മനാം. എന്താ ഇപ്പൊ പറഞ്ഞത്? വല്ല മനസ്സിലായോ കണക്ക്? നൃണാം മനുഷ്യന്മാരെത്ര പേര്? നൃണാം ശതാനി പഞ്ചാശതായതാനാം. എന്താ അത്? മനസ്സിലായില്ല കണക്കല്ലേ? അതായത് നൃണാം ആളുകൾ എത്ര പേര്? 5000 പേര്. എത്ര പേര്? 5000 പേര്. കണ്ട കരുത്തന്മാർ 5000 പേര് ചേർന്ന് 8 ചക്രം. എന്താ എത്ര ചക്രം? അതല്ലേ മഞ്ജൂഷാം അഷ്ടചക്രാന്താം. എത്ര ചക്രം? 8 ചക്രം. നമ്മൾ പാണ്ടിലോറി പോലെ ഉണ്ടാവില്ലേ? സാധാരണ 4 മൂലയിൽ 4 ചക്രമല്ലേ പതിവ്. വലിയ ജാതി ഭാരം കയറ്റുന്ന വണ്ടി വെച്ചാൽ നടുക്ക് ഓരോ ചക്രം കൂടി 2 എണ്ണം കൂടി
കൊടുക്കും. അനവധി ഭാരം വരണ വണ്ടി അങ്ങനെ കണ്ടിട്ടില്ലേ? വണ്ടിക്ക് ചില വിശേഷാലുള്ള ചക്രമുള്ള വണ്ടി. അതുപോലെ മഞ്ജൂഷാം അഷ്ടചക്രാന്താം സുമഹസ്തേ കഥഞ്ജന, അങ്ങനെ 8 ചക്രമുള്ള വലിയ വണ്ടിയിൽ ഈ വില്ല ഇരുത്തിയിട്ട്, അതായത് 5000 പേര് തോളത്തേറ്റിയിട്ട് ഇങ്ങനെ കയറൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുവരാച്ചാൽ നമുക്കൊന്ന് കണക്കാക്കാം. ഇതല്ലേ 8 ചക്രമുള്ളൊരു വണ്ടി ഒരു പെട്ടിയിലാക്കിയിട്ട് 5000 പേര് കൂടിയിട്ടാണ് എന്ത് കൊണ്ടുപോകുന്നത്? ചുക്കുവെള്ളം കുടിച്ചും കൊണ്ട് എന്ത് കൊണ്ടുപോകുന്നത്? ചുക്കുവെള്ളം നമ്മുടെ വകയായിട്ട് അത് ഇതിലില്ല. വശം കെട്ട് ക്ഷീണിച്ചിട്ട് പരാക്രമം കാണിച്ചിട്ട്, അതായത് വളരെ ലളിതമായ രീതിയിലല്ല അത് കൊണ്ടുപോകുന്നത്. ബുദ്ധിമുട്ടിയിട്ടാണ് ഈ മിടുക്കന്മാർ, യോഗ്യന്മാർ, പരാക്രമശാലികളായ വീരശൂര പരാക്രമികൾ, ശക്തന്മാർ ഈ വില്ല് പിടക്കി കൊണ്ടുവന്നു. അപ്പോൾ വില്ലിൻ്റെ ഏതാണ്ട് രൂപം കിട്ടിയില്ലേ? 5000 ആൾ കൂടിയാലേ ഇത് പൊക്കിയാൽ പൊങ്ങുള്ളൂ എന്നല്ല, ഉന്തിയാൽ നീങ്ങുള്ളൂ എന്ന്. എന്താ ഇപ്പോൾ ബസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ടാവാണ്ട വരുമ്പോൾ ബസ്സിലെ ഡ്രൈവർ പറയും, എല്ലാവരും ഒന്ന് ഇറങ്ങിക്കോളൂ, ഒന്ന് കൈ വെച്ചോളൂ. എല്ലാവരും കൂടി ഇയാളുടെ ദേഹത്ത് കൈ വെക്കാനാണ് പോയത്. എന്നാലും നമ്മളൊക്കെ കൂടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? ബസ്സിൻ്റെ പിന്നാക്കം പോയിട്ടൊന്ന് കൈ വെച്ച് നമ്മൾ തള്ളി, എല്ലാവരും കൂടി 10-50 ആൾ കൂടി തള്ളിയാൽ ചിലപ്പോൾ എന്ത് നീങ്ങും? ബസ് ചക്രത്തമ്മിലെ ബസ് നീങ്ങും. പക്ഷെ ഈ ബസ് ഇവർ കൂടിയാൽ പൊങ്ങുമോ? 4 മൂല പിടിച്ചോളം പൊക്ക് ആ പൊങ്ങിന്ന് വരില്ല. മനസ്സിലായില്ലേ? അപ്പം പൊക്കിയാ പൊങ്ങിയില്ല വെച്ചാലും ഉന്തിയാൽ നീങ്ങും. 50 ആൾ വിചാരിച്ച് ഉന്തിയാൽ ബസ് നീങ്ങും, പക്ഷെ പൊക്കിയാ പൊങ്ങില്ല എന്ന് പറയും പോലെ ഈ വില്ല് വെച്ച പെട്ടി ഇവരെ എല്ലാവരും കൂടി 5000 പേര് കൂടിയിട്ട് ഉന്തിയാൽ നീങ്ങും എന്നല്ല. അപ്പോൾ പൊക്കാൻ പോലും അവർക്കൊന്നും 5000 പേർക്ക് പൊക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് ഭാരം. ഇത് ഭഗവാൻ ശ്രീപരമേശ്വരൻ കൊണ്ടു നടന്ന വില്ലാണേ. അപ്പോൾ അതതിനനുസരിച്ച് ഉണ്ടാവും. അന്നത്തെ കാലത്തൊക്കെ ഉള്ള ഈ ഇവിടെയൊക്കെ നമ്മൾ രാജസ്ഥാനിലും ഇവിടെയൊക്കെ പോയാൽ അവിടെ കൊട്ടാരങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ ഉണ്ട്. ഈ മഹാരാജാക്കന്മാരുടെ പഴയ കാലത്തെ ആ മ്യൂസിയങ്ങളിലൊക്കെ പോയാൽ അവിടെ ഓരോ വാളൊക്കെ ഇരിക്കുന്നത് കാണാം. വാള് റാണാ പ്രതാപ് സിംഗിൻ്റെ ഒരു വാളുണ്ട് അവിടെ. 30 കിലോ ഭാരമുണ്ട്. നമ്മൾ 30 കിലോ അരി വെച്ചാൽ ഉണ്ണും, പക്ഷേ ഈ 30 കിലോ വാള് പിടിച്ച് നടക്കൽ എളുപ്പമാണോ? 30 കിലോ വാളിങ്ങനെ കയ്യിൽ പിടിച്ച് വെറുതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക വെച്ചാൽ നമ്മൾ വേണേൽ കുറച്ച് നേരമൊക്കെ പിടിച്ച് നിൽക്കും. ഒരു ചടങ്ങിന് ഇങ്ങനെ നിന്നാൽ മതി വെച്ചാൽ. ഈ വാള് പിടിച്ച് നിൽക്കാനല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുകയും കൂടി വേണം. അപ്പം എത്ര കരുത്തന്മാരാവണം അത് പിടിച്ച് നടന്ന് യുദ്ധം ചെയ്ത യോഗ്യന്മാരെ. അപ്പം അവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താ അല്ലേ? നമുക്കിന്നത് കണ്ടിട്ട് വയ്യ. നമ്മൾ ആ വാളിൻ്റെ അടുത്ത് ഇരുന്നിട്ടാ ചുക്കവെള്ളം കുടിച്ചത്. എന്തിനാണ്? കണ്ട ക്ഷീണം തീർക്കാൻ. ഇപ്പോൾ കൊണ്ടു നടന്നവരുടെ കഥ എന്തായിരിക്കില്ലേ? അപ്പം അന്നത്തെ ആ വീരന്മാർ റാണാ പ്രതാപ് സിംഗൊക്കെ വലിയ മഹാത്മാവാണ് കേട്ടോ. പക്ഷെ നമ്മളാരും അന്ന് പുസ്തകത്തിൽ പഠിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് നമ്മൾ പഠിക്കരുതെന്ന് ചിലർ കണക്കാക്കിയിരുന്നു. നമ്മൾ വേറെ ചില മഹാനായ ആവർത്തിച്ച് ക്ഷീരബല പോലെ 108 ആവർത്തിച്ച് പഠിച്ചിട്ടില്ലേ? അതന്നെയാ വായിച്ച് പഠിച്ചോളൂട്ടോ. അതൊന്നുമല്ല ചരിത്രമൊക്കെ വേറെ കിടക്കണ്ട. നമ്മുടെ ചരിത്രം പഠിച്ച് മനസ്സിലാക്കി ആത്മാഭിമാനികളായാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചൊരു കൂട്ടരിവിടെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ അതൊന്നും ആരാച്ചായിക്കോട്ടെ. അതുകൊണ്ട് ഈ പുതിയ കാലത്ത് നമുക്ക് ചരിത്രങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും സൗകര്യം ധാരാളമുണ്ട്. നമ്മുടെ കയ്യിലുള്ള മറ്റേ സാധനമില്ലേ, ഏതാ തോണ്ടണത്? അത് തോണ്ടിയാൽ തന്നെ കിട്ടും. ഇതൊക്കെ ഓരോരുത്തരെ പേരടിച്ചോ തോണ്ടി നോക്കൂ. റാണാ പ്രതാപ് സിംഗ് ആരാന്ന് അങ്ങോട്ട് കിട്ടുക. അയാളുടെ അദ്ദേഹത്തിൻ്റെ ആദ്യം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ചരിത്രം കിട്ടും. അത്ര വീരശൂര പരാക്രമികൾ ഈ വിദേശികളായ അക്രമകാരികളായിട്ട് ഇവിടെ വന്ന് അധിനിവേശക്കാരായി നമ്മുടെ സകലതും തകർത്ത് കളഞ്ഞ് അധിനിവേശ ശക്തികളെ വരയ്ക്ക് നിർത്തി പേടിപ്പിച്ച് മൂത്രമൊഴിപ്പിച്ച് വിട്ടവരാണ് ആര്? ഈ റാണാ പ്രതാപ് സിംഗിനെ പോലെയുള്ള മഹാത്മാക്കൾ. പക്ഷെ അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അധിനിവേശക്കാരെ കുറിച്ച് നമ്മൾ വിസ്തരിച്ച് പഠിച്ചിട്ടുമുണ്ട്. ശരിയോ തെറ്റോ? അതെ. ബാക്കി പഠിച്ചോളൂ പോയിട്ട്. കൂടുതൽ പറയുമ്പോൾ ആളുകൾക്ക് വിഷമാവും. എന്താ കാരണം? പറയാൻ പാടില്ല എന്നാണ്. എന്ന് പറയാൻ ദോഷമാണ്. എന്താ കുട്ടിക്കാലത്തെ പഠിപ്പിച്ചതാണെന്ന് പറയാൻ പാടില്ല. ശരിയല്ലേ? ഇത് ചിലതൊന്നും പറയാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആര് പഠിപ്പിച്ചു? ചിലതിനെ നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്ന് ആര് പഠിപ്പിച്ചു? ആരും മിണ്ടാത്തത്? മിണ്ടണ്ട. ഒക്കെ എപ്പോഴെങ്കിലും നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കുത്തിയും ചൊറിഞ്ഞിരിക്കരുത്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് സൗകര്യം കിട്ടും. എപ്പോഴൊന്നും സൗകര്യപ്പെടില്ല. പണമൊന്നും സൗകര്യമൊക്കെ വേണമല്ലോ. ആരോഗ്യം വേണം, പണം വേണം, സമയ സൗകര്യം വേണം. ഞാനുണ്ട് കുടുംബത്തെല്ലാമെങ്കിലും സൗകര്യം. അതിനൊക്കെ വല്ല സൗകര്യം കിട്ടുമ്പോഴേ എപ്പോഴെങ്കിലും ഒന്ന് അവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റി നടന്ന് കാണണം. അല്ലാതെ വെറുതെ ചത്തുപോയിട്ട് എന്ത് കാര്യമുണ്ട്? ഒരു ദിവസം ചായ കറന്ന് ചത്തങ്ങോട്ട് പോയി എന്തായാലും ചത്തുപോകും ഇല്ലേ? അതിൻ്റെ മുമ്പ് കുറച്ചൊക്കെ ഒരു തൃപ്തിയോടെ അങ്ങോട്ട് ചത്താൽ എന്നാലും ഞാൻ അങ്ങനെയൊക്കെ മനസ്സിരുത്തിയിട്ട് ചത്ത ആരോ
ഒരു തൃപ്തി ഉണ്ടാവില്ല. ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു തൃപ്തി നമ്മുടെ ഉള്ളിൽ വേണ്ടേ? അത് പ്രത്യേകമാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും സൗകര്യപ്പെടുമ്പോൾ ഇവിടേക്കൊന്ന് പോയിട്ട് കുറേശ്ശൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അപ്പോഴേ നമുക്ക് നമ്മൾ കേൾക്കണതൊക്കെ കേട്ട മാതിരി ഇരിക്കുക വെച്ചാൽ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഈ കേട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ അവിടെയൊക്കെ പോയിട്ട് കുറേശ്ശെ കാണുമ്പോഴാണ് മനസ്സിലാവുക എങ്ങനെയത്. അപ്പം നമുക്ക് ഈ കേട്ടതിൻ്റെ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. കാണുമ്പോൾ കണ്ടതിൻ്റെ ഒരു വിവരം കൂടി ഉണ്ടാവുമ്പോൾ രണ്ടും കൂടി അങ്ങോട്ട് ചേരുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ കേട്ടതൊന്നും കഥയല്ല, ഇതൊക്കെ നമ്മുടെ പൂർവികന്മാരുടെ ചരിത്രമാണ്. അപ്പോഴാണ് നമുക്ക് നമ്മളോടൊരു അഭിമാനം തോന്നും, നമ്മുടെ രാഷ്ട്രത്തിനോടൊരു അഭിമാനം തോന്നും. നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായ പൂർവികന്മാരായ മഹാത്മാക്കളോടൊരു ഭക്തിയും ആദരവും കൂടും. ഇല്ലെങ്കിൽ നമ്മൾ ഈ അധിനിവേശക്കാരുടെ കാലം പിടിച്ച് അടിമകളായിട്ട് ഞാൻ മുഞ്ഞ കൊഞ്ഞാന്ന് പറഞ്ഞാൽ നക്കാപ്പിച്ച കിട്ടിയതും തിന്ന് ആയുടെ മാതിരി വാലാട്ടി അയ്യാ ഇതല്ലേ ഇത് കാര്യമുണ്ട്. അതിനേക്കാളും നല്ലത് ഒരു ദിവസമാണെങ്കിലും സിംഹമായിട്ട് ജീവിക്കുക നല്ലത് 25 ദിവസം നായയായിട്ട് ജീവിക്കണേക്കാളും. ഒറ്റ ദിവസം സിംഹമായിട്ട് ജീവിച്ച് അന്ന് വൈകുന്നേരം ചത്താലും അതൊരു സന്തോഷമാണ്. മറ്റേത് കുറേ കാലം അങ്ങനെ പറയില്ലേ നമ്മൾ അടിമത്തം. അത് ഈ പുസ്തകങ്ങളിലൊക്കെ പറയും, നമ്മുടെ ഭാരതം ഭാഗവതം പോലെ പുസ്തകത്തിലൊക്കെ പറയും എന്ത് അനവധി കാലം പുകയണേനേക്കാളും ഭേദം നാഴിക ആണ്. ചിരം ധൂമായിത്തം വരുന്ന കുറെ പുകയണേനേക്കാളും നിന്ന് കുറച്ചു നേരം ആളി കത്തണതാണ്. ശരിയല്ലേ? ഇത് ആളി കത്തണ ജ്വാലയാണ്. അങ്ങനെയൊക്കെ ഒക്കെ മനസ്സിലെത്തി വയ്ക്കും. ഇവിടെ എന്താ ചോദിച്ചാൽ ഈ വില്ല് ഇത്രയും പേര് കൂടി ഏറ്റിക്കൊണ്ടോന്ന് വില്ലാണെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നണ്ട വെച്ചിട്ടാണ് ഇത്തിരി ചരിത്രം പറഞ്ഞത്. ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സാധനങ്ങൾ കൊണ്ട് നടന്ന മഹാത്മാക്കളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നിപ്പം എത്ര വലിയ യോഗ്യനാണെങ്കിലും 30 കിലോ 25 കിലോ ഭാരമുള്ള സാധനം ഒന്നും ആയുധമൊന്നും പിടിച്ച് നടന്നിട്ട് യുദ്ധത്തിൽ പ്രയോഗിച്ച് അങ്ങനെ നടക്കലൊക്കെ വലിയ പാടുള്ള കാര്യം തന്നെയാണ്, എളുപ്പമൊന്നുമല്ല. ഇനി അഭ്യാസത്തിൻ്റെ കലശലം കൊണ്ട് ചിലപ്പോൾ ചെയ്യുണ്ടാവുമായിരിക്കും, എന്നാലും സുലഭമല്ല. അങ്ങനെയൊന്നുള്ള പ്രത്യേകത സുലഭമായിട്ട് കാണാൻ സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ വില്ല 5000 പേര് കൊണ്ടുപോകുന്നു, ആ പെട്ടിയിൽ കൊണ്ടുപോകുന്നു, മുമ്പിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. വിശ്വാമിത്രരെ ശതാനന്ദ മഹർഷി, ജനക മഹാരാജാവ്, ഉണ്ണിയോള് രണ്ടാളും. ഏതാ ഉണ്ണിയോള്? രാമലക്ഷ്മണന്മാർ ഉണ്ണിയോള് ഇവരൊക്കെ ഇരിക്കുന്ന സഭയിലേക്കാണ് ഇവരിത് കൊണ്ടുവന്നത്. ഈ വില്ലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒന്നും പറയണ്ട. ഇതം ധനുർവരം രാജന് പറഞ്ഞു. ഇതം ധനുർവരം രാജൻ പൂജിതം പൂർവരാജഭി മിഥിലാധിപ രാജേന്ദ്ര ദർശനീയം യദിച്ഛസി. അപ്പൊ ഇതിങ്ങനെ കണ്ട് ഇതാണ് വലിയ വില്ല്. ഇപ്പൊ കൊണ്ടുവന്ന വില്ലിന്റെ ആ ഒരു സ്വരൂപം കാണണം എന്ന് പറഞ്ഞപ്പോ ഇതാണ് കേമായ വില്ല്. അപ്പൊ ഇത് കേട്ടപ്പം വിശ്വാമിത്രരോട് നമ്മുടെ ഈ ജനക മഹാരാജാവ് പറഞ്ഞു, മഹർഷീശ്വര അങ്ങ് പറഞ്ഞ മാതിരി ഞാൻ എന്താ വില്ല് കൊണ്ടിരിച്ചിട്ടുണ്ട്, എന്താ മുമ്പിലിരിക്കണോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യൂ, മഹാത്മാക്കളായ രാജാക്കന്മാര് പാരമ്പര്യമായിട്ട് പൂജിച്ചു വന്നതാണ് ഇത്. ഞാൻ മാത്രമല്ല, എൻ്റെ പൂർവികന്മാരും ഈ വില്ല് പൂജ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർവികന്മാർ ഭഗവാന്റെയാണേ. ആരുടെ? പരമേശ്വര ഭഗവാന്റെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ പരമേശ്വര ഭഗവാന്റെ വില്ലായതുകൊണ്ടാണ് ഇത് നമ്മൾ ശൈവചാപം എന്ന് പറയുന്നില്ലേ. ശരിക്കും അതിൻ്റെ പേര് ശൈവചാപം എന്നല്ല, അതിൻ്റെ പേര് സുനാഭം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, എന്താ പേര്? സുനാഭം. ഈ സുനാഭം എന്ന പേരായ വില്ലാണ് ഭഗവാന്റേതായതുകൊണ്ട്, ശിവന്റെ ആയതുകൊണ്ട് ശൈവചാപം എന്ന പേരിൽ പറയണതേ. അപ്പൊ അതുകൊണ്ട് വിശ്വാമിത്രര് ഈ വില്ല് ഇങ്ങനെ കണ്ടു, സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ വലിയ വലിയ ആൾക്കാർക്ക് പോലും പൊക്കാൻ വയ്യാത്ത ഈ വില്ല് കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തിയപ്പോൾ കുട്ടികളോട് പറഞ്ഞു, വിശ്വാമിത്രസ്തോ ധർമാത്മാ ശ്രുത്വാ ജനക ഭാഷിതം. ജനകന്റെ ഈ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, രാമനോട് പറഞ്ഞു, ഉണ്ണിയെ വിളിച്ചു. ആരെ വിളിച്ചു? രാമനൊക്കെ അവിടെ അടക്കത്തിൽ നിൽക്കണ്ട. രാമനും ലക്ഷ്മണനും ഇങ്ങനെ ഒരു നാഥിൻ്റെ ഇങ്ങനെ ഭാവത്തിൽ അങ്ങനെ നിൽക്കണ്ട. അവർക്കൊരു അസ്കതയില്ല, ഒരു എടുപ്പില്ല, നടപ്പില്ല, കാണിച്ചൂട്ടലില്ല, പരാക്രമമില്ല, ഞങ്ങൾ വലിയ രാജകുമാരന്മാരാണെന്ന് പ്രകാശിപ്പിക്കുന്നതിൻ്റെ ഏർപ്പാടൊന്നും ഇല്ല. അവരെങ്ങനെ നിൽക്കണം? കാരണം എന്താണെന്നറിയൂ, നമ്മളൊരു യോഗ്യനാണെങ്കിൽ, ഞാൻ യോഗ്യനാണ് എന്നുള്ളത് മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞ് അറിയിക്കുക എന്ന് പറഞ്ഞതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് വേറെയൊന്നും ഇല്ല. എന്താ പറഞ്ഞ വല്ല മനസ്സിലായോ? നമ്മളൊരു യോഗ്യനാണെങ്കിൽ, ഞാനൊരു യോഗ്യനാണെന്ന് നമ്മൾ പറഞ്ഞ് മറ്റൊരാളെ അറിയിക്കേണ്ടതായിട്ട് വരുന്നൊരു ഗതികേടില്ലേ, അത് വല്ലാത്തൊരു ഗതികേടാ. അങ്ങനെയൊന്നും പോകരുത്. പോയാലും ഒരു ആത്മപ്രശംസ എന്ന് അതിന് പറയത്. ആത്മപ്രശംസ ചെന്തർത്ഥം അവനവൻ തന്നെ പറയുക. ഞാൻ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ അതൊക്കെ പതിവുണ്ട്. മഹാഭാരതത്തിൽ പറയും, മരണവും ആത്മപ്രശംസയുമൊക്കും മഹീമാനം തവ പറക നീ തന്നെ. ചെന്തർത്ഥം മരണവും ആത്മപ്രശംസയുമൊക്കും. ആത്മപ്രശംസ സമം മരണം. ആരെങ്കിലും അവനവനെ കുറിച്ച് ഇങ്ങനെ എടുത്തേറ്റി വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം,
മാവിൻ്റെ കൊമ്പ്, കയറിൻ്റെ കഷ്ണം, എന്ത് ആത്മഹത്യക്ക് സമാണ് ആത്മപ്രശംസ എന്നാ പറയുക. ഇപ്പോൾ ഒരാൾ ആത്മപ്രശംസ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആത്മഹത്യ മഹാമോശമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ മോശമായൊരു ക്രിയയാണ്. അത്രയ്ക്ക് മോശമാണ് എന്ത് നമ്മളല്ല പ്രശംസിക്കേണ്ടത്. ആരാ പ്രശംസിക്കേണ്ടത്? വല്ല മഹിമയുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട് പറഞ്ഞാലേ മഹിമയുള്ളൂ. അതുകൊണ്ടാണ് സംസ്കൃതക്കാർ പറയും യദസ്തി തദ്ഭാതി ഭാനാൽ സത്വം അവഗമ്യതേ എന്ന് പറയും. എന്ന് വെച്ചാൽ അർത്ഥം യദസ്തി ഉണ്ടോ, ഭാതി തിളങ്ങും. തിളക്കം കണ്ടാൽ എന്തറിയാം? ഉണ്ടെന്ന് അറിയാം. ഇപ്പൊ ഒരു സ്വർണത്തിന്റെ മാലയോ ലോക്കറ്റോ നിലത്ത് വീണ് പോയാൽ അതവിടെ കിടന്ന് അതവിടെ ഉണ്ടെങ്കിൽ അത് ആരും എടുത്തോണ്ട് പോവാണ്ട് അവിടെ നിലത്ത് കിടക്കണുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെയിൽ തട്ടുമ്പം തിളങ്ങും. തിളങ്ങുമ്പോൾ ആ തിളക്കം നമ്മുടെ കണ്ണിൽ വീഴും.